നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക് വഴിക്കടവ് ശാഖയുടെ ATM കൗണ്ടർ വെട്ടിപ്പൊളിച്ച് മോഷണ ശ്രമം. പണം എടുക്കാനായി വന്നയാളാണ് കൗണ്ടർ വെട്ടിപ്പൊളിച്ച നിലയിൽ കണ്ടത്. വിവരമറിഞ്ഞ് വഴിക്കടവ് പോലീസ് എത്തി പരിശോധന നടത്തി. മുഖംമൂടി ധരിച്ചയാൾ കൈമഴു ഉപയോഗിച്ച് കൗണ്ടർ വെട്ടിപ്പൊളിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ നിന്ന് കണ്ടെത്തി. പൊന്നാനി ചാവക്കാട് പള്ളിപ്പടിയിൽ വെച്ച് കാൽനട യാത്രക്കാരനെ കാറിടിച്ച് അപകടം. പൊന്നാനി സ്വദേശിയും പൊന്നാനി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OO ഷംഷുവിന്റെ പിതാവുമായ അമ്പലത്തുവീട്ടിൽ മുഹമ്മദാണ് വാഹനാപകടത്തിൽ മരിച്ചത്. ചെറുവള്ളത്തിൽ ബോട്ടിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വള്ളിക്കുന്ന് അരിയല്ലൂർ ബീച്ചിൽ നിന്നും പോയ ബർക്കത്ത് എന്ന ചെറുവള്ളത്തിനെയാണ് ബേപ്പൂരിൽ നിന്നും വന്ന ബോട്ടിടിച്ചത്. ആലിക്കോയ പാണ്ടി, മൊയ്തീൻ കോയ ഇരഞ്ഞിക്കൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാളത്തിനരികിലൂടെ നടക്കുന്നതിനിടെ വയോധികനെ ട്രെയിൻ ഇടിച്ച് അപകടം. 68-കാരനായ കാളിക്കാവ് സ്വദേശി PM മാത്യുവിനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റയാളെ മണ്ടൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരൂരങ്ങാടി സബ് RTO ഓഫീസിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലാത്തയാൾ ജോലി ചെയ്യുന്നതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കമ്മീഷണർ. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ ട്രാൻസ്പോർട്ട് ഡെപ്യൂട്ടി കമ്മീഷണറെ ചുമതലപ്പെടുത്തി. വിജിലൻസും പ്രാഥമിക വിവരശേഖരണം തുടങ്ങി. ശുദ്ധജല പൈപ്പിനു വേണ്ടി കാഞ്ഞിരമുക്ക് തോട്ടുമുഖം റോഡ് പൊളിച്ചതോടെ നാട്ടുകാർ ദുരിതത്തിൽ. മാറഞ്ചേരി പഞ്ചായത്തിലെ പുറങ്ങിനെയും കാഞ്ഞിരമുക്കിനെയും ബന്ധിപ്പിക്കുന്ന തോട്ടുമുഖം ക്ഷേത്രം റോഡാണ് പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിന് പൊളിച്ചത്. ടാറിംഗ് വേഗം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സർവേ നടപടികൾ ആരംഭിച്ചില്ല. വലിയ തോട് നവീകരണ പദ്ധതി വഴിയിൽ തന്നെ. മഞ്ചേരി താലൂക്ക് അധികൃതർ സർവേ തുടങ്ങാത്തതാണ് പ്രശ്നത്തിന് കാരണം. 68.5 കോടി രൂപയാണ് പദ്ധതിക്കായി അധികൃതർ വകയിരുത്തിയത്. എടപ്പാൾ വട്ടക്കുളം പഞ്ചായത്ത് ശുഗപുരം ഗ്രാമത്തിലെ കത്താത്ത തെരുവ് വിളക്കുകളും യാത്ര ചെയ്യാനാകാത്ത തകർന്ന റോഡും കാരണം മോഷ്ടാക്കളുടെ വിളയാട്ടം. പ്രതിഷേധത്തിന് ഒരുങ്ങിക്കൊണ്ട് നാട്ടുകാർ എത്തി. 2 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കാൻ തുക അനുവദിച്ച് കരാർ നൽകിയിട്ടും പണി ആരംഭിച്ചിട്ടില്ല. മഞ്ചേരി കിംസ് അൽസിഫ AFDM സൂപ്പർ ലീഗിന്റെ 5ാം പതിപ്പിന് എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിൽ പരിസമാപ്തി. 4 പ്രായപരിധി വിഭാഗങ്ങളിലെ ഫൈനൽ മത്സരങ്ങളാണ് സീതി ഹാജി സ്റ്റേഡിയത്തിൽ നടന്നത്. അണ്ടർ 14 വിഭാഗത്തിലും അണ്ടർ 18 വിഭാഗത്തിലും ESA എടക്കര ജേതാക്കളായപ്പോൾ അണ്ടർ 16 വിഭാഗത്തിൽ KYDF കൊണ്ടോട്ടിയും അണ്ടർ 21 വിഭാഗത്തിൽ YFX വണ്ടൂരും കിരീടമുയർത്തി. വള്ളിക്കുന്ന് ചാലിക്കൽ തോട്ടിലെ പാലം ബലപ്പെടുത്തുന്നതിന് നടപടിയായി. ഇതിനായി ചാലിക്കൽ തോട്ടിലെ വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് തോട്ടിൽ തടയണ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. പാലത്തിന്റെ നിലവിലുള്ള തൂണുകളുടെ ഭാഗത്ത് വെള്ളം വറ്റിച്ച ശേഷം മാത്രമേ പുതിയ പാലത്തിന്റെ തൂണുകളുടെ അടിത്തറ സംബന്ധിച്ച് തീരുമാനം ലഭ്യമാകൂ. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.